പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകുമോ? ഇതൊരു ഗോസിപ്പല്ല. ഇത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉയരുന്ന ഗൗരവമുള്ളൊരു രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്. ഭർത്താവ് അജിത് പവാർ ഉപമുഖ്യമന്ത്രി പദവിയിലിരിക്കെ വിമാനാപകടത്തിൽ മരിച്ചതോടെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന പേര് സുനേത്ര അജിത് പവാർ. ഇതുവരെ സുനേത്ര പവാർ അറിയപ്പെട്ടിരുന്നത് അജിത് പവാറിന്റെ ഭാര്യ എന്ന തിരിച്ചറിയലിലൂടെയും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലൂടെയുമാണ്. എന്നാൽ 2024 രാജ്യസഭാ പ്രവേശനത്തോടെ അവർ നേരിട്ട് അധികാര രാഷ്ട്രീയത്തിന്റെ ട്രാക്കിലേക്കാണ് എത്തിയത്. ഇവിടെ ഓർക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാറ്റേൺ ആണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭർത്താവ് അധികാരത്തിൽ നിന്ന് മാറുമ്പോഴും, ഭർത്താവ് മരിക്കുമ്പോഴും, അല്ലെങ്കിൽ അധികാരം നിലനിർത്താൻ വഴിയൊരുക്കുമ്പോഴും ഭാര്യ മുന്നിലെത്തുന്ന നിരവധി ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. അതിലൊരു കണ്ണികൂടി സുനേത്ര അജിത് പവാർ. അധികാരം വികാരത്തിലൂടെ, കുടുംബത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക്. എന്നാൽ സുനേത്ര പവാറിന്റെ കേസ് വ്യത്യസ്തമാണ്. ഇവിടെ ഭർത്താവ് ഇല്ലാതാകുമ്പോഴല്ല, അജിത് പവാർ അധികാരത്തിന്റെ ഉയരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഭാര്യയെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന നീക്കമായിരുന്നു. രാജ്യസഭാ അംഗമായത് അങ്ങനെയാണ്. ഇപ്പോൾ കുടുംബ രാഷ്ട്രീയത്തിൽ പിൻഗാമിയാകാൻ തയ്യാറെടുക്കുന്നു. ഇത് സഹാനുഭൂതി രാഷ്ട്രീയമല്ല, ഇത് പവർ സ്റ്റിയറിംഗ് ആണ്, സസെൻഷൻ പ്ലാനിംഗ് ആണ്, കുടുംബാധികാരത്തിന്റെ സ്ഥാപനവൽക്കരണമാണ്. അതുകൊണ്ടാണ് സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യം അത്ര ലഘുവല്ലാത്തത്. ഉപമുഖ്യമന്ത്രി പദം കിട്ടിയാൽ അത് ഒരു സ്ത്രീ നേതാവിന്റെ ഉയർച്ച മാത്രമല്ല, അത് മഹാരാഷ്ട്രീയത്തിലെ പവാർ രാഷ്ട്രീയത്തിന്റെ പുതിയ ഘട്ടമാണ്. അവസാന ചോദ്യം ഇതാണ്: സുനേത്ര പവാർ സ്വതന്ത്ര ഭരണാധികാരിയായി മാറുമോ, അല്ലെങ്കിൽ അജിത് പവാറിന്റെ അധികാരത്തിന്റെ ഔദ്യോഗിക വിപുലീകരണമാകുമോ? മഹാരാഷ്ട്ര രാഷ്ട്രീയം ഇപ്പോൾ കാത്തിരിക്കുന്നത് ഈയൊരു ഉത്തരത്തിനായാണ്. ആരാണ് സുനേത്ര പവാർ? മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് വലിയ ശ്രദ്ധ നേടിയ ഒരു പേരാണ് സുനേത്ര അജിത് പവാർ. അജിത് പവാറിന്റെ ഭാര്യ എന്ന തിരിച്ചറിയലിനപ്പുറം സാമൂഹ്യ പരിസ്ഥിതി രംഗങ്ങളിൽ സജീവമായ പ്രവർത്തകയും ഇപ്പോൾ രാജ്യസഭാംഗവുമായ വ്യക്തിയാണ് സുനേത്ര പവാർ. 2024 മഹാരാഷ്ട്രയിൽ നിന്നുള്ള NCP സ്ഥാനാർത്ഥിയായി സുനേത്ര പവാർ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള വിജയമായിരുന്നു. പ്രത്യേകിച്ച് NCPയിലെ വിഭജനത്തിന് ശേഷമുള്ള ശക്തി പ്രകടനമായി. രാഷ്ട്രീയത്തിലേക്ക് നേരിട്ടിറങ്ങുന്നതിന് മുൻപ് സുനേത്ര പവാർ ശ്രദ്ധ നേടിയത് സാമൂഹ്യ സേവനങ്ങളിലും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലുമാണ്. ഗ്രാമവികസനം, ജലസംരക്ഷണം, ഇക്കോ ഫ്രണ്ട്ലി കൃഷി തുടങ്ങിയ വിഷയങ്ങളിൽ അവർ പ്രവർത്തിച്ചു. ബാരാമതി മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വ്യവസായ സംരംഭങ്ങളുടെയും നടത്തിപ്പിലും അവർ പങ്കാളിയാണ്. വിദ്യാപ്രതിഷ്ഠാൻ പോലുള്ള വിദ്യാഭ്യാസ ട്രസ്റ്റുകളുമായി ബന്ധപ്പെട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി സുനേത്ര പവാർ മഹാരാഷ്ട്രയിലെ ശക്തമായ രാഷ്ട്രീയ കുടുംബത്തിന്റെ ഭാഗമാണ്. മകൻ പാർത്ഥ് പവാർ ലോക്സഭാ അംഗമായെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു. സാരാംശം പറഞ്ഞാൽ സുനേത്ര പവാർ ഒരു പരമ്പരാഗത രാഷ്ട്രീയ നേതാവല്ല. എന്നാൽ കുടുംബ രാഷ്ട്രീയത്തിന്റെ ശക്തമായ പശ്ചാത്തലവും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലെ സാന്നിധ്യവും MLAമാരെ കൊഴിയാതെ കൂടെ നിർത്തി BJP മുന്നണിക്കൊപ്പം നിർത്താൻ സുനേത്ര പവാറിനെ കഴിയൂ എന്ന് പാർട്ടിക്കും വ്യക്തമായി അറിയാം. അതിനാൽ സുനേത്രയുടെ പേരല്ലാതെ അജിത് പവാറിന് പകരം പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. ബാരാമതിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് നിയമസഭയിൽ എത്താനും കഴിയും. സുപ്രിയ സുലെയോട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ചരിത്രം ബാക്കിയുണ്ടെങ്കിലും